നമസ്കാരം, എല്ലാവർക്കും ലിറ്റിൽ സ്റ്റാർസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വളരെ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പുള്ളിക്കാരിയുടെ പേര് ആലിയ ഫാത്തിമ എന്നാണ്. അപ്പൊ ഇന്ന് നമ്മൾ ആളുടെ വിശേഷങ്ങളാണ് ചോദിച്ചറിയാൻ പോകുന്നത്. നമസ്കാരം ആലിയ. നമസ്കാരം. അപ്പം മോൾ എവിടെന്നാ വരുന്നത്? ഞാൻ കൊല്ലം 5-ൽ നിന്നാണ് വരുന്നത്. ഓക്കെ. എത്ര വയസ്സായി? 14 വയസ്സ്. എവിടെയാണ് സ്കൂളിംഗ് ഒക്കെ ചെയ്യുന്നത്? സ്കൂൾ തടിക്കാട് THS-ലാണ് പഠിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ മൾട്ടി ടാലന്റഡ് പേഴ്സൺ ആണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ മോളെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാവോ? അതായത് മോൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതും കോ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം. ഓക്കെ. ഞാൻ ഡാൻസ് ചെയ്യും, പാട്ട് പാടും. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ളത് മോണാക്ട് ആണ്. പിന്നെ കഥ എഴുതും. അതുപോലെ തന്നെ ഞാൻ കാർട്ടൂണിസ്റ്റ് ആണ്. പിന്നെ അഭിനയിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം അഭിനയിക്കാൻ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഏത് ഏജിലാണ് അഭിനയം പാഷൻ ആണെന്ന് തോന്നി തുടങ്ങിയത്? സിനിമ കണ്ടിട്ടാണ് ഫസ്റ്റ് ഞാൻ ഇങ്ങനെ എനിക്കും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ട് പറ്റില്ല, അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു കഴിവ് എനിക്കുണ്ട് എന്ന് മനസ്സിലായത്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ഏതാണ്? ഇപ്പൊ നമുക്ക് ഓരോ ആക്ടേഴ്സിനെ കാണുമ്പോഴത്തേക്കും അവരെപ്പോലെ നമുക്കും ഒരു ദിവസം ബിഗ് സ്ക്രീനിൽ വരണം എന്ന് നമുക്ക് തോന്നും. ചില ആക്ടേഴ്സിന്റെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് ഇമോഷണലി ഭയങ്കര കണക്ട് ആവും, അല്ലെ? അപ്പൊ അങ്ങനെ ഏത് ആക്ടേഴ്സിനെ കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്തത്? ഈ ഇടയ്ക്ക് നമ്മൾ മറ്റേ പ്രേമലു മൂവി ഇല്ലേ, അതിനകത്ത് മമിത ചെയ്ത ആ ഒരു ഇത് കണ്ടപ്പോഴാണ് എനിക്കും എന്തുകൊണ്ട് അഭിനയിച്ചുകൂടാ എന്നൊരു തോന്നുന്നു. അങ്ങനെ. ഓക്കെ ഓക്കെ. അപ്പം ഇത് എത്രാമത്തെ വയസ്സിലാണ് മോണോ ആക്ട് ചെയ്തു തുടങ്ങുന്നത്? മോണോ ആക്ട് ചെയ്തു തുടങ്ങുന്നത് 7 വയസ്സ് തൊട്ടാണ്. 7 വയസ്സ് തൊട്ട്. അപ്പം എങ്ങനെയാണ്, ഇങ്ങനെ കോച്ചിന്റെ ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ടോ, അതോ ടീച്ചേഴ്സ് ഒക്കെ സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ ഇങ്ങനെ ചെയ്യാനൊക്കെ? ഇല്ല. എന്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നത് അമ്മ തന്നെയാണ്. അമ്മയാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, ഇങ്ങനെ നാടകമോ അങ്ങനെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട്? ഉണ്ട്. അമ്മ നാടകത്തിലെ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. അടിപൊളി അടിപൊളി. അപ്പം അമ്മയാണ് പറഞ്ഞു തരുന്നത് അല്ലേ? അപ്പം അമ്മ പഠിപ്പിക്കുന്ന ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, അത് എൻജോയ് ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും. അമ്മ പെർഫോം ചെയ്ത വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുമ്പം ഇങ്ങനെ എന്താ പറയാ സന്തോഷവും കൗതുകവും ഒക്കെ തോന്നാറുണ്ടോ? ഉണ്ട്. ഇനി അമ്മ വേദിയിലൊക്കെ പെർഫോം ചെയ്യണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നുന്നുണ്ട്. ഓക്കെ. പിന്നെ സിംഗിങ്ങിന്റെ കാര്യം പറഞ്ഞു. പാട്ട് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നില്ല, അല്ലാണ്ട് പാടുന്നതാണ് അല്ലേ? അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് നാടൻ പാട്ടും ആൽബം സോങ്സ് ആണ്. നമുക്ക് ഒരു നാടൻ പാട്ട് കേട്ടാലോ? പൂമരം പൂത്തുലഞ്ഞേ പൂവാകയിൽ പൂത്തുമ്പി പാറി വന്നേ, ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ. പൂമരം പൂത്തുലഞ്ഞേ പൂവാകയിൽ പൂത്തുമ്പി പാറി വന്നേ, ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ. പൂമരം പൂത്തുലഞ്ഞേ പൂവാകു തുമ്പി, എന്നെ മറന്നു എന്റെ ഓമന പെൺകിടാവേ, ഇനി എന്നെ മറന്നിടല്ലേ ഇന്നോമൽ കുളിരേ. ചുണ്ടിൽ ഞാൻ നൽകാം 100 ചുംബനപ്പൂക്കളിന്ന്. പൂമരം പൂത്തുലഞ്ഞേ പൂവാകയിൽ പൂത്തുമ്പി പാറി വന്നേ, ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ. അടിപൊളി അടിപൊളി അടിപൊളി. താങ്ക് യു. ഇനി മോൾ ഡാൻസ് പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ? അപ്പം ഡാൻസിങ് എപ്പോഴാണ് പഠിച്ചു തുടങ്ങിയത്? ഡാൻസ് പഠിച്ചു തുടങ്ങിയത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടാണ് പഠിച്ചത്. എവിടെയാണ് പഠിക്കുന്നത്? അത് കൊട്ടാരക്കര RFയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മാഷാരാ? മോഹനം മാഷാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ. അപ്പം എന്തൊക്കെ തരം ഡാൻസ് പഠിക്കുന്നുണ്ട്? കേരള നടനം, ഫോക്ക് ഡാൻസ്, പിന്നെ ഓട്ടം തുള്ളല്, കഥകളി, നങ്ങ്യാർകൂത്ത്. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഡാൻസ് ഫോംസ് ആണ്, അധികം ആരും പഠിക്കാത്ത ഡാൻസ് ഫോംസ് ആണ് മോള് പഠിക്കുന്നത്. അപ്പം ഇതില് ഇപ്പം ഇത്രയും പറഞ്ഞതില് ഏറ്റവും ആദ്യം പഠിച്ചു തുടങ്ങിയതാണ്? ഏറ്റവും ആദ്യം പഠിച്ചു തുടങ്ങിയത് ഫോക്ക് ഡാൻസ് ആണ്.
ഫോക്ക് ഡാൻസ് ആണ്. അപ്പം ഇങ്ങനെ ഡാൻസ് ഒക്കെ പഠിച്ചിട്ട് കലോത്സവത്തിനൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഏത് ലെവൽ വരെ പോയിട്ടുണ്ട്? ഞാൻ സ്റ്റേറ്റ് വരെ പോയിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവൽ വരെ പോയിട്ടുണ്ട്. അപ്പം സ്കൂളിലൊക്കെ ഇങ്ങനെ സപ്പോർട്ടാണോ ടീച്ചേഴ്സൊക്കെ? ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ നല്ല സപ്പോർട്ടാണ്. ഫ്രണ്ട്സ് ഒക്കെ നല്ല സപ്പോർട്ടാണ്. അവരിങ്ങനെ പറയാറുണ്ടോ ഈ ഇന്ന ഡാൻസ് പെർഫോമൻസ് ഒന്ന് ചെയ്ത് കാണിക്കണം അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഫ്രീ പീരീഡിലൊക്കെ ഡാൻസ് ഒന്ന് കളിക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ മോളി ചെയ്യുന്ന എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നത് ആരാ? ഏറ്റവും കൂടുതൽ എന്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നത് അമ്മയാണ്. പല കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ കാണും അല്ലെ? നമ്മള് നീ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് മറുപടിയായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ എന്തെങ്കിലും ചെയ്ത് കാണിച്ചിട്ടുണ്ടോ? വിജയിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? നമ്മുടെ ലൈഫിൽ എല്ലാവരും നമ്മളെ താഴ്ത്തി ഇതാക്കാനും അതുപോലെ തന്നെ നമ്മളിപ്പം നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അത് മോശമാണ്. കാര്യം അവർക്ക് ഉള്ളിലൊരു ഭയം ഉണ്ടാവും നമ്മൾ നന്നായി പോവും എന്നുള്ളത്. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ ഞാൻ അത് മറുത്ത് പറയാനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ അവരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കാനാണ് ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും മനസ്സിലായി. ഇനി ഞാൻ മോള് ആക്ടിവിസ്റ്റ് ആണെന്നുള്ളത് കേട്ടിരുന്നു. അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാമോ? ആദ്യമായിട്ട് എഴുതിയ ബുക്കിനെ പറ്റിയിട്ടും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടും. ഞാൻ ആദ്യമായിട്ട് എഴുതിയത് പാവം പാവം കുഞ്ഞു ധ്രുവ് എന്ന ഒരു തലക്കെട്ട് കൂടിയ ഒരു സ്റ്റോറിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉത്ര ചേച്ചിയുടെ ഒരു കൊലക്കേസിന്റെ ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മീൻകുട്ടിയുടെ ചിത്രരചന, പിന്നെ കുഴിച്ചിട്ടും കിട്ടിയില്ല, അതൊരു ബ്രഷിന്റെ കഥയാണ്. അങ്ങനെ കുറെ സ്റ്റോറീസ് അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതില് ഏതെങ്കിലും കുറെ ആൾക്കാര് ഏറ്റെടുത്ത ഏതെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടോ? പെർട്ടിക്കുലർ സ്റ്റോറി? മറ്റേ ഉത്ര ചേച്ചിയുടെ ആ ഒരു കഥ അത് എല്ലാവരും ഇതാക്കി എടുത്തൊരു കഥയാണ്. ഈ മോളുടെ ഏജിലുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പറയുന്നത്? ഇപ്പോ ഈ വന്ന കാലത്ത് ഇപ്പൊ എല്ലാവരും മൊബൈൽ ഫോണിൽ അഡിക്റ്റഡ് ആണ്. അവർ വിചാരിക്കുന്നത് മൊബൈൽ ഫോണിനുള്ളിൽ നല്ലൊരു ലോകമാണ്. പക്ഷേ അതൊരു ലോകമല്ല. മൊബൈൽ ഫോൺ ഓഫാക്കി വെച്ചിട്ട് നമ്മൾ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നമ്മൾ പുറത്തെ ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫ്. ഫോൺ നമ്മൾ എന്തായാലും ചീത്തയാക്കും. അതുപോലെ തന്നെ നമ്മളെ വഴി തെറ്റിക്കാനുള്ള മെയിൻ കാരണം ഫോൺ തന്നെയാണ്. ഇനി നമുക്ക് മോണോ ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? അപ്പം നമുക്കൊരു മോണോ ആക്ട് കണ്ടാലോ? അയ്യോ മറികെ സാറേ, സാറേ എന്റെ കുഞ്ഞിനെ കാണുന്നില്ല സാറേ, എന്റെ കുഞ്ഞിനെ കാണാനില്ല സാറേ, എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടുപിടിച്ച് താ സാറേ, എന്റെ കുഞ്ഞിനെ കാണാനില്ല സാറേ. ഓ ഇപ്പൊ കണ്ട ബംഗാളിയുടെ കേസ് നമ്മൾ എടുക്കണോ? സുജിത്തെ ഒന്ന് പോയി നോക്കടോ. യെസ് സാർ. എന്താടോ വന്ന് പോലീസ് സ്റ്റേഷൻ വരെ വന്ന് കേറി കളിച്ചു തുടങ്ങിയോ? അമ്മ അമ്മ. ഓ പൊട്ടൻ ചെക്കൻ. അയ്യോ സാറേ എന്റെ കുഞ്ഞിനെ കാണാനില്ല സാറേ, എന്റെ കുഞ്ഞ് എവിടെ പോയെന്ന് എനിക്ക് അറിയില്ല സാറേ, എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടുപിടിച്ച് താ സാറേ. ഓ ഈ പൊട്ടൻ ചെക്കനോട് ചോദിച്ച് ഇവൻ പറയും കൊച്ചെന്തിയെന്ന്. ഇപ്പൊ പറയടാ. അയ്യോ സാറേ എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ സാറേ. ഓ അടിപൊളി അടിപൊളി. എല്ലാ ഇമോഷൻസും എല്ലാ ക്യാരക്ടേഴ്സും വെൽ പോർട്രേഡ് ആയിരുന്നു. അപ്പം ഇനിയും ഇതേപോലുള്ള നല്ല നല്ല ആക്ട് ചെയ്യാൻ പറ്റട്ടെ. അതുമല്ല സിനിമയിൽ ഉടനെ തന്നെ അവസരം ലഭിക്കട്ടെ. അപ്പം സ്കൂളിലെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് മൊത്തത്തില്? ഫ്രണ്ട്സും ടീച്ചേഴ്സും. ഇപ്പൊ ടീച്ചേഴ്സിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. ഞാനിങ്ങനെ ഷൂട്ടിന് പോകുന്നോണ്ട് എനിക്കധികം ഫ്രണ്ട്സും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഓക്കെ മനസ്സിലായി. അപ്പം ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ആരും ഇല്ല. എന്റെ ഫ്രണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ടീച്ചേഴ്സാണ് ഫ്രണ്ട്സ്. ഓക്കെ. അത് ആക്ച്വലി ഒരു എന്താ പറയാ അധികാരം പറയാത്തൊരു കാര്യമാണ് ടീച്ചേഴ്സാണ് ഫ്രണ്ട്സ് എന്നുള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ പാടും എന്ന് പറഞ്ഞില്ലേ? അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടും പാടി. അത് എന്താ നാടൻ പാട്ടാണ് പാടിയത്. അപ്പം ഇനി നമുക്ക് വേറൊരു ജോണറില് ഒരു പാട്ട് പാടി തരാവോ? സൂര്യചന്ദ്രനാണോ നീലാകാശമേഘമാണോ സുറുമക്കണ്ണിലുള്ള നിൻ കൃഷ്ണമാമണിക്കെത്ര പാപമാണ്
സ്വർഗം നിന്റെ കൂടെയാണ്, നരകം നിന്ന ഭാവമാണ്, സ്വപ്നം കണ്ട പോലെ നാം ഒത്തുചേർന്നിടും കാലമിപ്പോഴാണ്. കൊള്ളാം കൊള്ളാം, നല്ല രസമുണ്ട്. അപ്പം അമ്മ ഭയങ്കര സപ്പോർട്ടീവ് ആണെന്ന് പറഞ്ഞു. അമ്മയെ കുറിച്ച് പറയാവോ? അമ്മയുടെ പേരെന്താണ്? അമ്മയുടെ പേര് നിജുമ. അച്ഛന്റെയോ? അച്ഛന്റെ പേര് നാസിമുദ്ദീൻ. അവര് എന്താണ് ചെയ്യുന്നത് രണ്ടുപേരും? രണ്ടുപേരും പുറത്ത് അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇന്ന് നമ്മളുമായിട്ട് ഒത്തിരി അധികം വിശേഷങ്ങൾ പങ്കുവെച്ച ഒരു അതിഥിയായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇനിയും ആൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ അല്ലെ? എല്ലാവിധ വിഷസും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ നമ്മുടെ ലിറ്റിൽ സ്റ്റാർസിന്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് ഒരു ഗസ്റ്റും കൂടി ഉണ്ട്. അപ്പം ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം.